ഒരു നിമിഷം തുടരുക. ഇപ്പോൾ തിരൂർ സതീഷ് ഉണ്ട് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ. ശ്രീ തിരൂർ സതീഷ്, ഇപ്പോൾ ഇഡിയുടെ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങളാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് താങ്കൾ ഉന്നയിച്ചതുപോലെയുള്ള ആരോപണം ഉന്നയിച്ചതുപോലെയുള്ള കാര്യങ്ങളല്ല നടന്നിരിക്കുന്നത്. ഇത് കൃത്യമായ ഒരു ബിസിനസ്സിന് വേണ്ടി കൊണ്ടുവന്ന പണമാണ് എന്നാണ് പറയുന്നത്. BJPക്ക് വേണ്ടിയാണ് എന്ന ആരോപണം കൂടി ഇഡി തള്ളുകയാണ്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഹലോ ശ്രീ തിരൂർ സതീഷ്, താങ്കൾക്ക് കേൾക്കാമോ? പറയൂ കേട്ടു. കൊടകര കുഴൽപ്പണ കേസിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ഇഡി. താങ്കൾ ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുന്നു. BJPക്ക് വേണ്ടിയാണ് പണം എത്തിച്ചത് എന്ന ആരോപണം ശരിയല്ല എന്നതാണ് ഇപ്പോൾ ഇഡിയുടെ കണ്ടെത്തൽ. അതായത് ഇത് എന്നോട് ഇതുവരെ ഇഡി ഇതിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇഡിക്ക് അതല്ലാന്ന് പറയാനായിട്ട് സാധിക്കുക? ഇത് BJPക്ക് വേണ്ടി എത്തിച്ച പണമാണ് എന്നതിന് തെളിവില്ല എന്നാണ് പറയുന്നത്. താങ്കൾ ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് പാർട്ടി ഓഫീസിൽ ഉൾപ്പെടെ പണം എത്തിച്ചു എന്ന ആരോപണങ്ങൾ. അതിലൊന്നും കഴമ്പില്ല, അതിലൊന്നും തെളിവില്ല എന്നതാണ് ഇഡി കണ്ടെത്തിയതായി പറയുന്നത്. മാത്രമല്ല, ഇതൊരു ബിസിനസ് ഡീലിംഗ്സിന് കൊണ്ടുവന്നതാണ് ഈ പണം എന്നുകൂടിയാണ് പറയുന്നത്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഇതിൽ? അതായത് ഇതില് കൊടകര റോബറി നടന്നുവല്ലോ, അറിയാലോ. അതിൽ പോലീസ് കേസ് എടുത്തിട്ട് അതിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അതും അറിയാലോ, മാധ്യമങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാതെ. അതില് ആ കൊടകരയിൽ കുഴൽപ്പണം കവർന്ന സമയത്ത് അവിടെ BJP നേതാക്കൾ എങ്ങനെയാണ് എത്തിയതെന്നും ആരിനെയാണ് ഈ കുഴൽപ്പണം തട്ടിയ സമയത്ത് അത് കൊണ്ടുപോയ ധർമ്മരാജൻ ബന്ധപ്പെട്ടതെന്നുള്ളതെല്ലാം പോലീസ് കുറ്റപത്രത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ കോടതിയിൽ. BJPയുടെ ഫണ്ടല്ല അത്, ബിസിനസിന് വേണ്ടി പോകുന്നതാണെങ്കിൽ എന്തിനാണ് BJPയുടെ നേതാക്കന്മാരെ ഇവര് ബന്ധപ്പെടുന്നത്, ഈ കൊണ്ടുപോയ ആളുകള്? ഇതിലിപ്പോൾ പറയുന്നത് ആലപ്പുഴയിലുള്ള തിരുവിതാംകൂർ പാലസ് എന്നൊരു പ്രോപ്പർട്ടി വാങ്ങുന്നതിന് വേണ്ടിയാണ് ഈ ധർമ്മരാജൻ ഡ്രൈവർ ഷംജീർ വഴി ഏതാണ്ട് 3.5 കോടിയോളം രൂപ കൊടുത്തു വിട്ടത് എന്നാണ് പറയുന്നത്. അല്ല, അത് പറഞ്ഞോട്ടെ. ഞാൻ കൊടകര കുഴൽപ്പണ കേസിന്റെ കാര്യം പോലീസ് കുറ്റപത്രം ഓൾറെഡി കേസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് കോടതിയിൽ. ഞാൻ ഓഫീസിൽ ചുമതലയിൽ ഇരിക്കുന്ന സമയത്ത്, ജില്ലാ ഓഫീസ് സെക്രട്ടറി എന്നുള്ള ചുമതലയിൽ ഇരിക്കുന്ന സമയത്ത് ഓഫീസിൽ തെരഞ്ഞെടുപ്പിന് മുന്നേ വന്ന പണം, ധർമ്മരാജൻ കൊണ്ടുവന്ന പണം, അതിന്റെ കാര്യങ്ങളാണല്ലോ ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത്. അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കൊടകരയില് കുഴൽപ്പണം കവർന്നു എന്നുള്ള കാര്യത്തില് പോലീസ് സ്വാഭാവികമായിട്ട് കേസ് എടുത്തിട്ടുണ്ട്. ആ കേസിൽ എങ്ങനെയാണ് നമ്മളൊക്കെ സാക്ഷികളാണ്, ഞാനൊക്കെ അതിൽ സാക്ഷിയാണ്. BJPയുടെ 14ാമത്തെ ഒരു സാക്ഷിയായിട്ടാണ് ഞാൻ അതിലുള്ളത്. എങ്ങനെയാണ് പിന്നെ എന്നെ അതിൽ സാക്ഷിയാക്കുന്നത് അവര്? ഈ ഡ്രൈവർ ഷംജീർ, ധർമ്മരാജന്റെ ഡ്രൈവറെ താങ്കൾക്ക് അറിയാവുന്നതാണോ? താങ്കൾ ഈ പറയുന്ന പണമിടപാടുകളിൽ എപ്പോഴെങ്കിലും ഈ ഡ്രൈവർ ഷംജീറിനെ കണ്ടിട്ടുണ്ടോ? ഷംജീർ അല്ലല്ലോ, ഇത് കൊണ്ടുവരാനായിട്ട് നിയോഗിക്കപ്പെട്ട ആള് ധർമ്മരാജനാണല്ലോ. ധർമ്മരാജനാണ് ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണല്ലോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ കണ്ട കാര്യങ്ങളാണല്ലോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇവര് വേറെ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും സത്യം പുറത്തു വരും. ഞാന് ഇതിന്റെ അടിസ്ഥാനത്തില് ഞാന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് പൊതുസമൂഹവും അതുപോലെ പാർട്ടി പ്രവർത്തകരും അറിയട്ടെ. പാർട്ടിയിൽ BJPയിൽ ആർജവമുള്ള നേതാക്കന്മാരുണ്ടല്ലോ. ഞാൻ ഉൾപ്പെടുന്ന ഈ പ്രസ്ഥാനത്തില് ആർജവമുള്ള നേതാക്കന്മാരുണ്ട് എന്ന് എനിക്കറിയാം. ആർജവമുള്ള നേതാക്കന്മാര് ഇതിനെ കുറിച്ച് അന്വേഷിക്കട്ടെ. ഞാനാണല്ലോ ഈ വിവരം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അന്വേഷിക്കണ്ടേ? എന്നോട് അന്വേഷിക്കുമ്പോഴല്ലേ അതിന്റെ കാര്യങ്ങൾ ഈ നേതാക്കന്മാർക്ക് അതിന്റെ സത്യാവസ്ഥകൾ അറിയുള്ളൂ. ഇതുവരെ താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നും തന്നെ ഇഡിയോ മറ്റോ മൊഴി എടുത്തിട്ടില്ല അല്ലേ? ഇല്ല, ഇഡി എന്നെ മൊഴിയെടുത്തിട്ട് ഇതുവരെ എന്നെ കണ്ടിട്ട് പോലും ഇല്ല. എന്നെ ഒരു ഫോൺ കോൾ ചെയ്യോ അല്ലെങ്കിൽ എന്നെ നേരിട്ടിട്ട് കാണുമോ, എന്നോട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയോ, ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാതെ എങ്ങനെയാണ് ഇഡി കേസ് ക്ലോസ് ചെയ്തു അല്ലെങ്കിൽ അത് ബിസിനസ്സിനാണെന്ന് അറിയേണ്ടത്? അന്വേഷിച്ചാലല്ലേ ഇതെല്ലാം പറയേണ്ടത്. അന്വേഷിക്കാണ്ട് എങ്ങനെയാണ്? ഞാൻ അതിലൊരു പ്രധാനപ്പെട്ട ഒരു സാക്ഷിയാണ്. ആരെങ്കിലും ഓഫീസ് സെക്രട്ടറി എന്നോട് പോലും ചോദിച്ചിട്ടില്ല. പിന്നെ പാർട്ടിയുടെ ഇതിന് മേലെയുള്ള നേതാക്കന്മാരോട് എങ്ങനെ ഈട് അന്വേഷിച്ചിട്ടുണ്ടാവില്ലല്ലോ.
കേസിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാതെ എങ്ങനെ തുടരന്വേഷണത്തിന് സാധ്യത ഇല്ലെന്നും ഇത് ബിസിനസ്സിന് വന്ന പണമാണെന്ന് എങ്ങനെ ഇഡിക്ക് എങ്ങനെ മനസ്സിലായി? ആര് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അത് അവര് തന്നെ ചോദിക്കുന്നത്. ഒരു കാര്യം കൂടി ശ്രീ തിരൂർ സതീഷ്, ആരെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രേരിതമായ ഒരു കുറ്റപത്രം അല്ലെങ്കിൽ കണ്ടെത്തൽ അന്വേഷണം എന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? അല്ല, ഇപ്പോ നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത്. നിങ്ങളിത് പറയുമ്പോ എനിക്ക് അറിയുന്നില്ല എന്താണ് ഇത്, ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ അതോ ആരെങ്കിലും തിരക്കഥ അനുസരിച്ചിട്ടാണോ ഇതിങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ മാധ്യമങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ കൂടി നടത്തുന്ന ആളുകളാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ കാര്യങ്ങള്. ശരി, വളരെയധികം നന്ദി ശ്രീ തിരൂർ സതീഷ്. ഏതായാലും ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്